കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ആ, നാരായണീയം പാരായണത്തിൻ്റെ ആറാമത്തെ സെഷനാണ് തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ മൂന്നാമത്തെ ശ്ലോകം മൂന്നാമത്തെ ദശകം ശ്ലോകം 1 മുതൽ 5 വരെ ചൊല്ലാൻ പഠിച്ചിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി 6 തൊട്ട് 10 വരെ ഉള്ളത് ചൊല്ലാം. ആ, അതിനു മുമ്പ് ധ്യാന ശ്ലോകം ചൊല്ലി തുടങ്ങാം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഉരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലകപ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം त्वद्रूपं वनमाल्यहारपटल श्रीवत्सदीप्रं भजे. केयूराङ्गदकङ्कणोत्तममहारत्नाङ्गुलीयाङ्कित श्रीमद्बाहुचतुष्कसङ्गतगदा शङ्खारिपङ्केरुहा. काञ्चित् काञ्चन काञ्चिलाञ्चितलसत् पीताम्बरालम्बिनी आलम्बे विमलाम्बुजद्युतिपदा मूर्तिं तवार्तिच्छिदम्. पठन्तो नामानि प्रमदभरसिन्धौ निपतिताः स्मरन्तो रूपं ते वरद कथयन्तो गुणकथाः. चरन्तो ये भक्तास्त्वयि खलु रमन्ते परममून् अहं धन्यान् मन्ये समधिगत सर्वाभिलषितान्. विधूय क्लेशान् मे कुरु चरणयुग्मं धृतरसं भवक्षेत्रप्राप्तौ करमपि च ते पूजनविधौ
भवन्मूर्त्यालोके नयनम् अथ ते पादतुलसी परिघ्राणे घ्राणम् श्रवणमपि ते चारुचरिते श्रीहरये नमः गोपिका जीवनस्मरणं गोविन्द गोविन्द നമുക്ക് ദശകം 3 ആരംഭിക്കാം. ഒരു മിനിറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാൻ പഠിച്ചിരുന്നു. അത് ആദ്യം ഒന്ന് പാരായണം ചെയ്തിട്ട് ഇന്നത്തെ ബാക്കി ശ്ലോകങ്ങൾ നോക്കാം. എല്ലാവരും പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് 6ാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാൻ പഠിക്കാം. 6ാമത്തെ ശ്ലോകത്തില് ഭക്തി ആദ്യം മുതൽ അവസാനം വരെ മധുരമുള്ളതാണ് എന്നാണ് ഭട്ടതിരി പറയുന്നത്. നിന്തിരുവടിയിലുള്ള ഭക്തി മാത്രമേ അവിടുത്തെ ആനന്ദരസത്താൽ ആരംഭത്തിൽ തന്നെ മധുരമായിട്ടുള്ളൂ. അത് അല്പം വർദ്ധിച്ചാൽ അത് എല്ലാ ദുഃഖങ്ങളെയും നിശേഷം ഇല്ലാതാക്കുന്നു. പിന്നീട് അവസാനത്തിലാകട്ടെ മനസ്സിൽ അതിനിർമ്മലമായ ജ്ഞാനോദയത്തോടു കൂടിയ പരമാനന്ദത്തിന്റെ ഐക്യത്തെ നൽകുന്നു. അങ്ങനെയുള്ള ഭഗവാനിലുള്ള അങ്ങനെയുള്ള ഭക്തി അല്ലാതെ വേറെ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ ചോദിക്കുന്നത്. ശ്ലോകം നോക്കാം. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തെ സ്വാന്തെ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. പദം പിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഭവത് ഭക്തി താവത് പ്രമുഖ മധുര ത്വത് ഗുണരസാത് കിം അപി ആരൂഢാ ചേത് അഖില പരിതാപ പ്രശമനി പുനഃ ച അന്തെ സ്വ അന്തെ വിമല പരിബോധ ഉദയമിളത് മഹാ ആനന്ദ അദ്വൈതം ദിശതി കിം അതഃ പ്രാർത്ഥ്യം അപരം. ഒരു വട്ടം കൂടി നോക്കാം. ഭവത് ഭക്തി താവത് പ്രമുഖ മധുര ത്വത് ഗുണരസാത് കിം അപി ആരൂഢാ ചേത് അഖില പരിതാപ പ്രശമനി പുനഃ ച അന്തെ സ്വ അന്തെ വിമല പരിബോധ ഉദയമിളത് മഹാ ആനന്ദ അദ്വൈതം ദിശതി കിം അതഃ പ്രാർത്ഥ്യം അപരം. ഓരോ വരിയായിട്ട് നോക്കാം. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത്. രണ്ടാമത്തെ വരി. കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ. മൂന്നാമത്തെ വരി നോക്കാം. പുനശ്ചാന്തെ സ്വാന്തെ വിമല പരിബോധോദയമിളൻ പുനശ്ചാന്തെ സ്വാന്തെ വിമല പരിബോധോദയമിളൻ പുനശ്ചാന്തെ സ്വാന്തെ വിമല പരിബോധോദയമിളൻ. അവസാനത്തെ വരി. മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം
महानन्दाद्वैतं दिशति किमतः प्रार्थ्यमपरम् महानन्दाद्वैतं दिशति किमतः प्रार्थ्यमपरम् ശ്ലോകം ഒന്നുകൂടെ നോക്കാം. भवद्भक्तिस्तावत् प्रमुखमधुरा त्वद्गुणरसात् किमप्यारूढा चेदखिलपरितापप्रशमनी पुनश्चान्ते स्वान्ते विमलपरिबोधोदयमिळन् महानन्दाद्वैतं दिशति किमतः പ്രാർത്ഥ്യമപരം. നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 7ാമത്തെ ശ്ലോകം. ക്ലേശങ്ങളെല്ലാം അകറ്റി കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ ഭജിക്കാൻ താല്പര്യമുണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ. രോഗങ്ങളെ മാറ്റി എൻ്റെ 2 കാലിനും നിന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും കൈകൾക്ക് അങ്ങയുടെ പൂജ ചെയ്യുവാനും കണ്ണിന് അങ്ങയുടെ തിരുവുടൽ കാണുവാനും മൂക്കിന് അങ്ങയുടെ തൃപ്പാദത്തിലെ തുളസിയുടെ പരിമളം നുകരുവാനും കാതിന് അങ്ങയുടെ മധുര കഥ കേൾക്കുവാനും ഉത്സാഹമുണ്ടാക്കി തരണമേ എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മുടെ ധ്യാന ശ്ലോകത്തിലെ അവസാനത്തെ ശ്ലോകം കൂടിയാണ്. ശ്ലോകം നോക്കാം. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. പദം പിരിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്രപ്രാപ്തൗ കരം അപി ച തേ പൂജനവിധൗ ഭവത് മൂർത്തി ആലോകേ നയനം അഥ തേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണം അപി തേ ചാരുചരിതേ. ഒരു വട്ടം കൂടെ നോക്കാം. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്രപ്രാപ്തൗ കരം അപി ച തേ പൂജനവിധൗ ഭവത് മൂർത്തി ആലോകേ നയനം അഥ തേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണം അപി തേ ചാരുചരിതേ. ഈ ശ്ലോകത്തില് ഫസ്റ്റ് ലൈൻ ചൊല്ലുമ്പം ധൃതരസം ഭവത് ക്ഷേത്രപ്രാപ്തൗ വരെ ഒരുമിച്ച് വേണം ചൊല്ലാനായിട്ട്. അപ്പം അതുവരെയുള്ളത് നമുക്ക് ഓരോ ലൈനായിട്ട് നോക്കാം. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്രപ്രാപ്തൗ വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്രപ്രാപ്തൗ വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ കരമപി ച തേ പൂജനവിധൗ കരമപി ച തേ പൂജനവിധൗ. അടുത്ത ലൈനും ഇതുപോലെ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം അവിടം വരെ ഒരുമിച്ച് ചൊല്ലണം. ഭവന്മൂർത്യാലോകേ നയനം അഥ തേ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ഭവന്മൂർത്യാലോകേ നയനം അഥ തേ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ഭവന്മൂർത്യാലോകേ നയനം
अथ ते पादतुलसी परिघ्राणे घ्राणम् श्रवणमपि ते चारुचरिते श्रवणमपि ते चारुचरिते श्रवणमपि ते चारुचरिते ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത്ക്ഷേത്രപ്രാപ്തൗ करमपि च ते पूजनविधौ भवन्मूर्त्यालोके नयनम् अथ ते पादतुलसी परिघ्राणे घ्राणम् श्रवणमपि ते चारुचरिते. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 8ാമത്തെ ശ്ലോകം. തൻ്റെ മനസ്സിൽ ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപം തെളിഞ്ഞു കാണണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ. ആധികളാലും വ്യാധികളാലും വല്ലാതെ വ്യാകുലപ്പെട്ടിരിക്കുന്ന എൻ്റെ മനസ്സിൽ പരമാനന്ദ രസസ്വരൂപമായ അങ്ങയുടെ ആ ദിവ്യരൂപം തെളിഞ്ഞു പ്രകാശിക്കണമേ. കോൾമയിർ കൊണ്ടുകൊണ്ടും ആനന്ദക്കണ്ണീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ടും ശമിപ്പിക്കുവാൻ സാധിക്കാത്ത രോഗപീഠകളെ അങ്ങനെ ഞാൻ തീരെ മറന്നു പോകണമേ എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഈ ശ്ലോകത്തില് 2ാമത്തെ വരിയിൽ ത്വദീയം തദ്രൂപം പരമ രസചിദ്രൂപമുദിയാത് എന്ന ചില ബുക്കുകളിൽ കണ്ടിട്ടുണ്ട്. ചില ബുക്കുകളിൽ പരമ സുഖ ചിദ്രൂപമുദിയാത് എന്നും കണ്ടിട്ടുണ്ട്. ഞാൻ 1-2 വീഡിയോ ഒക്കെ റെഫർ ചെയ്തതിനകത്ത് പരമരസ എന്നാണ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റ് ചെയ്ത് പരമരസയാക്കിയത്. ഞാൻ ആദ്യം അയച്ച ഫയലിൽ പരമസുഖ എന്നായിരുന്നു. ഇപ്പം അത് മാറ്റി പരമരസയാക്കി. രണ്ടും ഒരേ അർത്ഥം, ഭഗവാന്റെ സ്വരൂപത്തിനെ വർണ്ണിക്കുന്നതാണ്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശ്ലോകം നോക്കാം. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ജദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാപരിഭവാൻ. പദം പിരിക്കുന്ന വിധം നോക്കാം. പ്രഭൂത ആധി വ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ് രൂപം പരമരസചിത് രൂപം ഉദിയാത് ഉദഞ്ജത് രോമാഞ്ചഃ ഗളിത ബഹു ഹർഷ അശ്രു നിവഹഃ യഥാ വിസ്മര്യാസം ദുരുപശമ പീഠാപരിഭവാൻ. ഒരു വട്ടം കൂടെ നോക്കാം. പ്രഭൂത ആധി വ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ് രൂപം പരമരസചിത് രൂപം ഉദിയാത് ഉദഞ്ജത് രോമാഞ്ചഃ ഗളിത ബഹു ഹർഷ അശ്രു നിവഹഃ യഥാ വിസ്മര്യാസം ദുരുപശമ പീഠാപരിഭവാൻ. ഓരോ വരിയായിട്ട് നമുക്ക് നോക്കാം. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി. 2ാമത്തെ വരി. ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത്. അടുത്ത 3ാമത്തെ വരി.
उदञ्जद्रोमाञ्चो गलितबहुहर्षाश्रुनिवहो उदञ्जद्रोमाञ्चो गलितबहुहर्षाश्रुनिवहो उदञ्जद्रोमाञ्चो गलितबहुहर्षाश्रुनिवहो അവസാനത്തെ വരി യഥാ വിസ്മര്യാസം ദുരുപശമപീഠാപരിഭവാൻ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാപരിഭവാൻ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാപരിഭവാൻ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. പ്രഭൂദാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദേ ത്വദീയം തദ്രൂപം പരമദസചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാപരിഭവാൻ. നമുക്ക് 9ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഈ ശ്ലോകത്തിൽ തൻ്റെ രോഗം മാറ്റാതിരുന്നാൽ ഗുരുവായൂരപ്പന് ദുഷ്കീർത്തി വരുമെന്നാണ് ഭട്ടതിരി പറയുന്നത്. ഗുരുവായൂരപ്പ, അങ്ങയിൽ വിമുഖരായിരിക്കുന്നവർ പോലും സുഖമായി തന്നെ ഇരിക്കുന്നു. എന്നാൽ അവിടുത്തെ ഭക്തനായ ഈ ഞാൻ വളരെയധികം ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇത് പൊതുവെ എല്ലാ ഭക്തന്മാർക്കും ഉള്ള ഒരു പരിഭവമാണ്. അഭീഷ്ടങ്ങളെല്ലാം നൽകുന്ന കംസാന്തക, അവിടുത്തേക്ക് ദുഷ്കീർത്തി സംഭവിക്കരുതേ. രോഗമെല്ലാം തീരെ മാറ്റി എന്നെ വേഗത്തിൽ അവിടുത്തെ ഭക്തന്മാരിൽ അഗ്രേസരനാക്കി തീർക്കണമേ എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിലൂടെ ഭഗവാനോട് പറയുന്നത്. ശ്ലോകം നോക്കാം. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവത്സ്നേഹി സോഹം സുബഹു പരിതപ്യേജ കിമിദം അകീർത്തിസ്തേ മാ ഭൂദ്വരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഛടിതി കുരു മാം കംസദമന. പദം പിരിക്കുന്ന വിധം നോക്കാം. മരുദ്ഗേഹ അധീശ ത്വയി ഖലു പരാഞ്ജഹ അപി സുഖിനഃ ഭവത് സ്നേഹി സഹ അഹം സുബഹു പരിതപ്യേ ച കിം ഇദം അകീർത്തിഃ തേ മാ ഭൂത് വരദ ഗദഭാരം പ്രശമയൻ ഭവത് ഭക്ത ഉത്തംസം ഛടിതി കുരുമാം കംസദമന. ഒരു വട്ടം കൂടെ നോക്കാം. മരുത് ഗേഹ അധീശ ത്വയി ഖലു പരാഞ്ജഹ അപി സുഖിനഃ ഭവത് സ്നേഹി സഹ അഹം സുബഹു പരിതപ്യേ ച കിം ഇദം അകീർത്തിഃ തേ മാ ഭൂത് വരദ ഗദഭാരം പ്രശമയൻ ഭവത് ഭക്ത ഉത്തംസം ഛടിതി കുരുമാം കംസദമന. ഓരോ വരിയായി നോക്കാം. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവത്സ്നേഹി സോഹം സുബഹു പരിതപ്യേജ കിമിദം ഭവത്സ്നേഹി സോഹം സുബഹു പരിതപ്യേജ കിമിദം ഭവത്സ്നേഹി സോഹം സുബഹു പരിതപ്യേജ കിമിദം അകീർത്തിസ്തേ മാ ഭൂദ്വരദ ഗദഭാരം പ്രശമയൻ
अकीर्तिस्ते मा भूद्वरद गदभारं प्रशमयन् अकीर्तिस्ते मा भूद्वरद गदभाരം പ്രശമയൻ. അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മാഭൂത് വരദ എന്ന് കേൾക്കണം, ദ്വരദ എന്നുള്ള കേൾക്കാതെ വരദയാണ് ശരിക്കും വാക്ക്. അപ്പം മാഭൂത് വരദയാണ്, അത് ചേർത്ത് വരുമ്പം മാഭൂത് വരദ എന്ന് വരും. അപ്പം അവിടെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ മാഭൂത് വരദ ഗദഭാരം എന്ന് ചൊല്ലണം, ദ്വരദ എന്ന് കേൾക്കാത്ത രീതിയിൽ. ഓക്കെ. അതെ. ലാസ്റ്റ് ലൈൻ നോക്കാം. ഭവദ്ഭക്തോത്തം സം ഛടിതി കുരു മാം കംസദമന. ഭവദ്ഭക്തോത്തം സം ഛടിതി കുരു മാം കംസദമന. ഭവദ്ഭക്തോത്തം സം ഛടിതി കുരു മാം കംസദമന. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവത്സ്നേഹി സോഹം സുബഹു പരിതപ്യേ ച കിമിതം. അകീർത്തിസ്തേ മാ ഭൂദ്വരദ ഗദഭാരം പ്രശമയൻ. ഭവദ്ഭക്തോത്തം സം ഛടിതി കുരു മാം കംസദമന. ഇനി അവസാനത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ കരുണയുണ്ടാകുന്നത് വരെ, അതായത് രോഗം നിശേഷം മാറുന്നത് വരെ ആവലാതി പറയലെല്ലാം ഉപേക്ഷിച്ച് ക്ഷേത്രഭജനം തുടരുവാൻ തന്നെ തീർച്ചപ്പെടുത്തി എന്നാണ് ഭട്ടതിരി പറയുന്നത്. ഭഗവാന്റെ കരുണ ഉണ്ടാകുന്നതുവരെ തൻ്റെ ശക്തിക്കനുസരിച്ച് നമസ്കാരം, സ്തുതി, ഭജനം എന്നിവ ചെയ്തുകൊണ്ട് ദിവസങ്ങളെ കഴിച്ചുകൂട്ടും എന്ന് പറഞ്ഞാണ് ഭട്ടതിരി ഈ ദശകം അവസാനിപ്പിക്കുന്നത്. ശ്ലോകം നോക്കാം. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവദുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ. പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയൻ. പദം പിരിക്കുന്ന വിധം നോക്കാം. കിം ഉക്തൈഹി ഭൂയോഭിഹി തവ ഹി കരുണാ യാവത് ഉദിയാത് അഹം താവത് ദേവ പ്രഹിത വിവിധ ആർത്ത പ്രലപിതഃ. പുരഃ ക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവ വിരചയൻ. ഒരു വട്ടം കൂടെ നോക്കാം. കിം ഉക്തൈഹി ഭൂയോഭിഹി തവ ഹി കരുണ യാവത് ഉദിയാത് അഹം താവത് ദേവ പ്രഹിത വിവിധ ആർത്ത പ്രലപിതഃ. പുരഃ ക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദി നുതി നിഷേവ വിരചയൻ. ഓരോ വരിയായിട്ട് നോക്കാം. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവദുദിയാത്. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവദുദിയാത്. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവദുദിയാത്. രണ്ടാമത്തെ വരി. അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ. അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ. അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ. മൂന്നാമത്തെ വരി നോക്കാം. പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ
पुरक्लृप्ते पादे वरद तव नेष्यामि दिवसान् पुरक्लृप्ते पादे वरद तव नेष्यामि दिवसान् यथा शक्तिव्यक्तं न तिनुति निषेवा विरचयन् यथा शक्तिव्यक्तं न तिनुति निषेवा विरचयन् यथा शक्तिव्यक्तं न तिनुति निषेवा विरचयन् ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം किमुक्तैर्भूयोभिस्तव हि करुणायावदुदीयात् अहं तावद्देव प्रहितविविधार्थप्रलपितः पुरक्लृप्ते पादे वरद तव नेष्यामि दिवसान् यथा शक्तिव्यक्तं न तिनुति निषेवा विरचयन् श्रीहरये नमः श्रीहरये नमः गोपिका जीवनस्मरणं गोविन्द गोविन्द നമ്മൾ പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ട് നമ്മൾ മൂന്നാമത്തെ ദശകം പാരായണം ചെയ്യാൻ ചൊല്ലി പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാലാമത്തെ ദശകം സ്റ്റാർട്ട് ചെയ്യാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ.